നമസ്കാരം. ഇത്തവണ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയുണ്ട്, അത് ഞാൻ പറയാം. 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞത് 2 മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള റിവർ ഇന്ത്യയെ കുറിച്ചാണ്. ആദ്യമായിട്ടാണ് റിവർ ഇന്ത്യ ടോപ്പ് 10 ലിസ്റ്റിൽ എത്തുന്നത്. കൺഗ്രാറ്റ്സ്. ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 91,791 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് മാർച്ച് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 30% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 40% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റ് നോക്കാം. റിവർ ഇന്ത്യയാണ് ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ 10ാം സ്ഥാനത്തുള്ളത്. മാർച്ചിൽ 705 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 785 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 11% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 220% വളരെ മികച്ച വളർച്ചയാണ് ഇവർ കൈവരിച്ചിരിക്കുന്നത്. ഈ റിവർ ഇന്ത്യയുടെ വളർച്ച വളരെ പതുക്കെയാണെങ്കിലും ഇവർ ഒരിക്കലും പിറകോട്ട് പോയിട്ടില്ല, അതുപോലെ തന്നെ നിന്ന് പോയിട്ടുമില്ല. അതേപോലെ ഇവർക്ക് ഷോറൂം വളരെ കുറവായതുകൊണ്ടാണ് സെയിൽസ് അധികം കൂടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈനറ്റിക് ഗ്രീൻ ആണ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഇവര് 10ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന റിവോൾട്ട് മോട്ടോഴ്സ് ആണ് ടോപ്പ് 10 ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. മാർച്ചിൽ 842 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1306 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 55%ന്റെയും വാർഷിക വിൽപ്പനയിൽ 195%ന്റെയും മികച്ച വളർച്ച കൈവരിക്കാൻ കൈനറ്റിക് ഗ്രീന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന ബിഗോസ് ഒരു പടി താഴേക്ക് ഇറങ്ങി ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ 8ാം സ്ഥാനത്താണുള്ളത്. മാർച്ചിൽ 2591 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1311 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 49%ന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 84%ന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. പ്യൂർ ഇവി ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. മാർച്ചിൽ 1805 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യൂർ ഇവിക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1449 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 19%ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 285%ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ പ്യൂർ ഇവിക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രീവ്സ് മൊബിലിറ്റിയാണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 5641 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4000 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 29%ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 59%ന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഹീറോ വിഡയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 7977 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിഡയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 6123 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 23%ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 546%ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഹീറോ വിഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏഥറാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 15446 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 13167 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 14%ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 224%ന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ബജാജ് ചേതക് ഇത്തവണത്തെ വിൽപ്പനയിൽ 2 പടി താഴേക്ക് ഇറങ്ങി 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മാർച്ചിൽ 34,863 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതകിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 19,001 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 45%ന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 152%ന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ചേതകിന് സാധിച്ചിട്ടുണ്ട്. ഈ 1ഉം 2ഉം സ്ഥാനക്കാർ സത്യം പറഞ്ഞാൽ കട്ടയ്ക്ക് കട്ട പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 10-25 സ്കൂട്ടറിന്റെ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. ഓലയാണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 3ാം സ്ഥാനത്തായിരുന്നു. മാർച്ചിൽ 23,430 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 19,709 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 15%ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 40%ന്റെ വലിയൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് TVS iQube വിൽപ്പനയിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇവർ 2ാം സ്ഥാനത്തായിരുന്നു. മാർച്ചിൽ 30,453 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQubeന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 19,736 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 35%ന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 157%ന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ TVS iQubeന് സാധിച്ചിട്ടുണ്ട്.
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് വാർഷിക വിൽപ്പനയിൽ ഒരുവിധം എല്ലാ കമ്പനികളും മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ മൊത്തം വിൽപ്പന വളരെ കുറവായിരുന്നു. ഏകദേശം 60,000-നടുത്ത് സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടന്നത്. പക്ഷേ ഈ ഏപ്രിൽ മാസത്തിൽ ഏകദേശം 92,000 സ്കൂട്ടറുകളുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ, ഞാൻ കുറച്ച് വണ്ടികളുടെ സെയിൽസ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. മാർച്ചിൽ 1395 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ഏപ്രിൽ മാസത്തിൽ 587 ബൈക്കുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 57% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ മാർച്ചിൽ 236 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 266 ബൈക്കുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 12% വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മാർച്ചിൽ 342 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ വണ്ണിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 250 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 26% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ മാർച്ചിൽ 49 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 83 ബൈക്കുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 69% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ അൾട്രാ വയലറ്റിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അൾട്രാ വയലറ്റിന്റെ ടെസറാക്ട് എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ ഡെലിവറി തുടങ്ങുന്നതോടെ ഇവരും ടോപ്പ് 10 ലിസ്റ്റിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.